D24 സ്വാഗതം. മലയാളികളുടെ ഏറ്റവും വലിയ രുചിമേളയെന്നും ഭക്ഷണ മാമാങ്കമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപാട് ചടങ്ങുകളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും രുചിയേറിയ കൂടിച്ചേരലാണ് ആറന്മുള വള്ളസദ്യ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ വഴിപാടിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. അന്നദാന പ്രഭുവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറന്മുളയപ്പന് മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടായ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ സദ്യയെന്നും അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരങ്ങളാണ് ഇതിനുള്ളത്. അഭീഷ്ടസിദ്ധിക്കായി നടത്തുന്ന വഴിപാടാണ് ഇത്. ഭഗവാന്റെ യാത്രയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ചടങ്ങാണ് ആറന്മുള വള്ളസദ്യയും വള്ളംകളിയും എന്നാണ് വിശ്വാസം. പമ്പാ തീരത്തുണ്ടായിരുന്ന നിലയ്ക്കലിലെ രായാരണപുരം എന്ന സ്ഥലത്ത് അർജുനന്റെ ദൈവാരമൂർത്തിയായിരുന്ന മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അത്രേ. ഒരിക്കൽ ഭഗവാൻ സ്വയം നാരായണപുരത്തു നിന്നും ആറുമുളകെത്തിയ ചങ്ങാടത്തിൽ പമ്പാ നദിയിലൂടെ വന്നു. ഇങ്ങനെ ഭഗവാൻ എത്തിയ കര ആറന്മുള ആയി. തുടർന്ന് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ആറന്മുള വള്ളസദ്യയും വള്ളംകളിയും നടത്തുന്നത്. കൗതുകം ഉണർത്തുന്നതും പുതുമ നഷ്ടപ്പെടാത്തതുമായ നിരവധി ചടങ്ങുകൾ ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാണ്. ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തുവാൻ ആദ്യം പള്ളിയോട് കരയിൽ നിന്നുള്ള അനുവാദം മേടിക്കലാണ് ആദ്യപടി. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. വള്ളസദ്യയുടെ ദിവസം വഴിപാട് നേർന്നയാൾ രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി 2 നിറപറ സമർപ്പിക്കണം. ഒന്ന് ഭഗവാനും അടുത്തത് പള്ളിയോടത്തിനും എന്ന സങ്കല്പത്തിലാണ് 2 പറകൾ സമർപ്പിക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി അതത് പള്ളിയോട് കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയക്കണം. വഴിപാട് നടത്തുന്നവർ കരമാർഗം ക്ഷേത്രത്തിലെത്തണം. പമ്പാ നദിയിലൂടെ വഞ്ചിപ്പാട്ട് പാടിയെത്തുന്ന പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ വള്ളത്തെ വാദ്യമേളങ്ങൾ, വിളക്ക്, താലപ്പൊലി, മുത്തുകുട തുടങ്ങിയവയുടെ അകമ്പടിയോടെ സ്വീകരിക്കും. തുടർന്ന് വള്ളക്കാർ പ്രദക്ഷിണം വെച്ച ശേഷം വള്ളക്കാർ കൊടിമര ചുവട്ടിലേക്ക് പോകും. അവിടെ പറ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി മുത്തുക്കുടയും ഒരു തുഴയും ആറന്മുളത്തേവർക്ക് സമർപ്പിച്ച ഊട്ടുപുരയിലേക്ക് പോകും. ഇനിയാണ് കൗതുകകരമായ ചടങ്ങുകൾ തുടങ്ങുന്നത്. വള്ളസദ്യയ്ക്ക് ഓരോ വിഭവവും പാട്ടിലൂടെ ചോദിച്ചു മേടിക്കുകയാണ് വള്ളക്കാർ ചെയ്യുന്നത്. ചോദിക്കുന്ന വിഭവങ്ങൾ ഇല്ല എന്ന് പറയാതെ വഴിപാടുകാരൻ അതെല്ലാം വിളമ്പുന്നു. 63 ഇനം കറികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ സദ്യയാണ് ആറന്മുള സദ്യയ്ക്ക് വിളമ്പുന്നത്. മാത്രമല്ല വള്ളസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ഓരോ ക്രമവും ഉണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ എന്നിങ്ങനെ 3 വിഭാഗമാണ് കറികൾ. സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞ് പായസം വിളമ്പുന്ന രീതിയും ഇവിടെയുണ്ട്. അച്ചാറിൽ കടുമാങ്ങ, ഉപ്പുമാങ്ങ, നാരങ്ങ, അമ്പഴങ്ങ, ഇഞ്ചി, നെല്ലിക്ക, പുളിയിഞ്ചി എന്നിവയും, ഉപ്പേരിയിൽ കായ വറുത്തത്, ചക്കയുപ്പേരി, ശർക്കര വരട്ടി, ഉഴുന്നുവട, എള്ളുണ്ട, ഉണ്ണിയപ്പം എന്നിവയും, കൂട്ടുകറിയിൽ അവിയൽ, ഓലൻ, പച്ച എരിശ്ശേരി, വറുത്ത എരിശ്ശേരി, മാമ്പഴ പച്ചടി, കൂട്ടുകറി എന്നിവയും, തൊട്ടുകറിയിൽ തൈര്, കിച്ചടി, ചമ്മന്തിപ്പൊടി, തകരത്തോരൻ, ചീരത്തോരൻ, ചക്കത്തോരൻ എന്നിവയും, മെഴുക്കുപരട്ടിയിൽ കൂർക്ക മെഴുക്കുപരട്ടി, കോവയ്ക്ക മെഴുക്കുപരട്ടി, ചേന മെഴുക്കുപരട്ടി, പയർ മെഴുക്കുപരട്ടി എന്നിവയും, ഒഴിച്ചുകറിയിൽ നെയ്യ്, പരിപ്പ്, സാമ്പാർ, കാളൻ, പുളിശ്ശേരി, പാളത്തൈര്, രസം, മോര് എന്നിവയും, പായസത്തിൽ അമ്പലപ്പുഴ പാൽ പായസം, പാലട, കടലപ്പായസം, ശർക്കര പായസം, അരങ്ങാഴി പായസം എന്നിവയും കൂടാതെ കുത്തരിച്ചോറ്, പപ്പടം വലിയത്, പപ്പടം ചെറിയത്, പൂവൻപഴം, ഉപ്പ്, ഉണ്ടശർക്കര, കൽക്കണ്ടം, മുന്തിരിങ്ങ, കരിമ്പ്, തേന് എന്നിവയും ഉണ്ടാകും. സദ്യ കഴിച്ച ശേഷം വള്ളക്കാർ തിരികെ കൊടിമര ചുവട്ടിലേക്ക് വന്ന് ഭഗവാനെ തൊഴും. ശേഷം നേരത്തെ നിറച്ചു വെച്ചിരുന്ന പറ മറിക്കുന്നതാണ് ചടങ്ങ്. തുടർന്ന് വഴിപാടുകാരെ അനുഗ്രഹിച്ച ശേഷം പള്ളിയോടക്കാർ മടങ്ങുന്നതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ D24 സബ്സ്ക്രൈബ് ചെയ്യുക.